Sir, yes, sir. Why do you want this to? സർ, ഞാൻ ഈ കമ്പനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആവാൻ ഞാൻ EMI അടക്കണം, പെട്രോൾ അടിക്കണം, അത് പൈസക്ക് കുറെ ആവശ്യമുണ്ട്. അതിനല്ല ശരിക്കും. അത് മാത്രമല്ല സർ, എനിക്ക് ഈ ജോലിയോട് ഒരു പ്രത്യേക പാഷൻ. മിസ്റ്റർ രാജു, എനിക്കും അറിയാം, എനിക്കറിയാം നിന്റെ അതിൽ ആകെയുള്ള പാഷന് ഇപ്പൊ ഒളിച്ചോട് വന്ന പാഷൻ പോലാണ്. ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യം അറിയാം. ഓണസ്റ്റ് ആയിട്ട് ക്യാഷ് വേണം സർ. എന്തൊക്കെയാണ് മിസ്റ്റർ രാജുവിന്റെ ഗുഡ് ക്വാളിറ്റീസ്? ഗുഡ് ക്വാളിറ്റീസ്: ടീം പ്ലെയർ, ഹാർഡ് വർക്കിംഗ്. ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഓണസ്റ്റ് ആയിട്ടോ? ഒരു മിനിറ്റ്, എന്താ ചോദിച്ചത്? മിസ്റ്റർ അർജുന്റെ ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? സാറേ, എന്നെ ഒരു പണി ഏൽപ്പിച്ചാൽ ഞാൻ അത് സമയത്തിന് ചെയ്ത് തീർക്കില്ല. പക്ഷെ ആ ഒരു വർക്കിന്റെ ഡെഡ്ലൈന്റെ അവസാന സമയത്തിന്റെ തൊട്ട് മുമ്പ് ഞാനത് ചെയ്ത് തീർത്തിരിക്കും. മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് മിസ്റ്റർ അർജുന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? റെസ്പോൺസിബിലിറ്റീസ് അത് ഒരുപാടുണ്ട്. മാത്രമല്ല, എന്നെ ഏൽപ്പിച്ച ജോലി അല്ലാതെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഇങ്ങനെ ഏറ്റെടുത്തു. പിന്നെ എനിക്ക് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഈ പീപ്പിൾ പ്ലീസിങ് സ്വഭാവം. അതായത് ആരെന്ത് വള്ളി വിളിച്ചു വന്നാലും അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. എനിക്ക് അവരോട് നോ പറയാൻ കഴിയില്ല. പിന്നെ അത് മാറ്റിയെടുത്തു. ഇപ്പൊ ഞാൻ നോ പറയാൻ പഠിച്ചു. ലാസ്റ്റ് ടൈം നമ്മള് നോ പറഞ്ഞ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. നോ യുനോ, ഒരു സ്റ്റാഫ് എന്നുള്ള രീതിയിലല്ല, ഒരു കുടുംബം പോലെ എന്നല്ലേ സാർ? അത് ഞാൻ മനസ്സിലായി. ഇതെന്റെ 112ാമത്തെ ഇന്റർവ്യൂ ആണ് സാർ.